പടം കോമഡി കൊള്ളാം. കോമഡി ആ, തിരിച്ചു മറിക്കൂ. ഒരു പാട്ടും കൊള്ളാം, കോമഡി ഉണ്ട്. മറ്റേ മോഹൻലാലിന്റെ ബോയും ബോയും സിനിമ പോലെ ആ, കോമഡി ഫുൾ എങ്ങനെയാണ് ചാക്കോ രണ്ടുപേരും കുഴപ്പമില്ല, മരത്തിന്റെ പവറൊക്കെ എങ്ങനെ? സൂപ്പറായി. കോമഡി കോമഡി കോമഡിയാണ്. ഫാമിലിക്ക് എല്ലാം കാണാൻ പറ്റിയ എങ്ങനെയുണ്ടായിരുന്നു? അഭിനയിച്ചവരൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ചിരിച്ച് ഒരുപാട് ചിരിച്ചു. സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അവർക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് കോമഡിയാണോ മെയിനായിട്ട്? എടുത്തു പറയാൻ വേറെ എന്തെങ്കിലും കോമഡി? മൂന്നുപേരും കുഴപ്പമില്ല, രണ്ടുപേരും നല്ല ഇതിലല്ലേ മൊത്തത്തില് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും? കൊള്ളാം കൊള്ളാം, നല്ല പെർഫോമൻസ്. ഒന്നുമില്ല, എന്റെ പൊന്നെ അതിന്റെ 7 അയലൊക്കെ കെട്ടിയിട്ട് അടിക്കാൻ കൊള്ളൂല, അത്രയും കൂടെ പടം കൊള്ളൂല, പന്ന പടം. ബാക്കി ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും ഈ 5-6 ക്യാരക്ടേഴ്സാണ് സ്ക്രീനിൽ കൂടുതലും ഉള്ളത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം, ദീപ്തി സതി, പിന്നെ ചാന്ദിനി എന്നാന്ന് തോന്നുന്നു അവരുടെ പേര്, പുള്ളിക്കാരി, അജു വർഗീസ്, അങ്ങനെ ഒരു 5-6 ക്യാരക്ടേഴ്സ് ഉള്ളൊരു പടമാണ്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വരുന്ന എന്താ പറയുക തമാശകളും കാര്യങ്ങളൊക്കെയാണ്. ഒരു ആവറേജ് മൂവി, നമുക്കൊന്ന് വൺ ടൈം ഒന്ന് കണ്ടിരിക്കാവുന്നൊരു കാര്യം. സിറ്റുവേഷൻ കോമഡീസ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ വരുന്ന കൗണ്ടേഴ്സും കാര്യങ്ങളാണ്. ഓവറോൾ കുഴപ്പമില്ല, 2 മണിക്കൂർ ഡ്യൂറേഷനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. എടുത്തു പറയേണ്ടത് സ്ക്രിപ്റ്റ് സ്റ്റോറിയേക്കാളൊക്കെ ഉപരി ഷൈൻ ടോമിൻ്റെ ഒരു പെർഫോമൻസ് ആണ്. നമ്മൾ ഈ അടുത്ത കാലം കണ്ടേക്കുന്ന പുള്ളിയുടെ പെർഫോമൻസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സംഭവം. ഓവറോൾ കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഉണ്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഈ ക്യാരക്ടേഴ്സ്, അതായത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം, നമ്മുടെ ദീപ്തി സതി, അജു വർഗീസ്, അങ്ങനെ ഒരു 4-5 ക്യാരക്ടേഴ്സാണ് എല്ലാ ടൈമും ഉള്ളത് സ്ക്രീനിൽ. അതെ, അവരെ കോംബോ കൊള്ളാം. വിഷ്ണു ഉണ്ണികൃഷ്ണനും ഷൈൻ ടോമും ആണ് ഒരു ലീഡെന്ന് നമുക്ക് പറയാം വേണമെങ്കിൽ. കുറച്ചും കൂടെ സ്കോർ ചെയ്തേക്കുന്നത് ഷൈൻ ടോമാണ്. കാരണം പുള്ളി എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു എന്താ പറയുക സീരിയസ് ഒക്കെ വിട്ട് കോമഡിയിലേക്ക് പൊക്കോണ്ടിരിക്കാൻ തോന്നുന്നു. കാരണം ഉണ്ടുണ്ട്. എനിക്ക് കണ്ടപ്പം പുള്ളിയുടെ പെർഫോമൻസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട. കാരണം ഇപ്പോൾ ഒരുപാട് നടന്മാർ ട്രാക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ സുരാജ് ഏട്ടനൊക്കെ ട്രാക്ക് മാറി, പക്ഷേ പുള്ളി ഇപ്പോഴും വീണ്ടും തിരിച്ചു വന്നു. നമ്മുടെ 2-3 കോമഡി ചെയ്തല്ലോ. ഇപ്പം ഷൈൻ ടോം എനിക്ക് തോന്നുന്നു പുള്ളി മൊത്തത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക സീരിയസ് ട്രാക്ക് മാറി കോമഡിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. ഓവറോൾ പടം നമുക്കൊന്ന് കണ്ടിരിക്കാവുന്ന ഒരു പടം. കുഴപ്പമില്ല.